ഇന്ത്യൻ സിനിമാ ലോകത്തും സാമൂഹിക അന്തരീക്ഷത്തിലും വലിയ തോതിൽ ചർച്ചയായ ദി കേരള സ്റ്റോറി എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം പുറത്തിറങ്ങുന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഫെബ്രുവരി 27-ന് തിയേറ്ററുകളിൽ എത്താൻ നിശ്ചയിച്ചിരിക്കുന്ന കേരള സ്റ്റോറി 2 എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നതോടെ കേരളത്തിൽ നിന്നും പുറത്തുനിന്നുമായി കനത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ആദ്യ ഭാഗം സൃഷ്ടിച്ച വിള്ളലുകൾക്കും വിവാദങ്ങൾക്കും പിന്നാലെ എത്തുന്ന ഈ രണ്ടാം ഭാഗം കൂടുതൽ വിദ്വേഷകരമായ ഉള്ളടക്കം പേറുന്നതാണെന്ന ആക്ഷേപം ശക്തമായി കഴിഞ്ഞു. കാമാഖ്യ നാരായണ സിംഗ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ ട്രെയിലറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പല രംഗങ്ങളും വസ്തുതകളെ വളച്ചൊടിക്കുന്നതും കേരളത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥയെ അപമാനിക്കുന്നതുമാണെന്നാണ് പ്രധാന വിമർശനം. പ്രത്യേകിച്ച് ഒരു മലയാളി യുവതി ബീഫ് കഴിക്കാൻ വിസമ്മതിക്കുന്നതും തുടർന്ന് അവനെ നിർബന്ധിച്ച് അത് കഴിപ്പിക്കുന്നതുമായ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് മനഃപൂർവ്വം വിദ്വേഷം പടർത്താനാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കേരളത്തിലെ ഭക്ഷണ രീതികളെയും വിശ്വാസങ്ങളെയും വക്രീകരിച്ച് കാണിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ തെറ്റായ ധാരണകൾ പരത്താനുള്ള ബോധപൂർവമായ ശ്രമമാണെന്ന് സാമൂഹ്യ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നു. ട്രെയിലർ പുറത്തു വന്ന നിമിഷം മുതൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രതിഷേധത്തിന്റെ വേലിയേറ്റമാണ് ദൃശ്യമാകുന്നത്. കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറി എന്താണെന്ന് മനസ്സിലാക്കാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒരിക്കലെങ്കിലും ഇങ്ങോട്ട് വരണമെന്ന് മലയാളികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നു. കേരളത്തിലെ മതേതരത്വത്തെയും സൗഹൃദപരമായ അന്തരീക്ഷത്തെയും തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇത്തരം സിനിമകൾക്ക് പിന്നിൽ നിഗൂഢമായ രാഷ്ട്രീയ അജണ്ടകളുണ്ടെന്ന് പലരും ആരോപിക്കുന്നു.